കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്തുമേടി ജനങ്ങളാ വന്നു പോകുന്നത്. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു, ഇത്രയില്ലായിരുന്നു. ആ ഒരു പൊങ്കാല സമയത്ത് ഈ പണി എടുക്കുന്നതൊന്ന് പൂർത്തിയാക്കായിരുന്നു, അതും ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെയെല്ലാം ചളി ഇങ്ങനെ വന്ന്. അപ്പൊ ആ ചളിയിലല്ലേ ഇരിക്കേണ്ട ആള്. മുമ്പൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിരുന്നു. ഞാൻ വന്നിട്ട് ഒരു 10 വർഷത്തിന് മുകളിലാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെയും വൃത്തിയോട് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ട് കാണുമ്പോൾ. കോർപ്പറേഷന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവര് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. വെള്ളമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കൊക്കെ. അധികം നടക്കാനും തന്നെ പിന്നെ അടുപ്പൂട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. 98 തൊട്ട് ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയതാ. ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ട് തന്നെയല്ലേ, ചളിക്കത്ത് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിലായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇത്രയും ജനങ്ങൾ വരുന്നതല്ലേ, അവരൊന്ന് ശരിയാക്കണ്ടല്ലേ. ഇവിടെ നോക്കേണ്ടതായിരുന്നു, ഇത്രയും ജനങ്ങള് വരണതല്ലേ. അതുകൊണ്ട് നാറ്റം സഹിക്കാൻ വയ്യ. നമ്മളിരിക്കും ദേവിയുടെ ഒന്നും പറയാനൊക്കത്തില്ലല്ലോ. എന്തുമേടി ജനങ്ങളാ വന്നു പോകുന്നത്. ചെളിയും വെള്ളം, അവിടെ ചെളിയും വെള്ളം. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു, ഇത്രയില്ലായിരുന്നു. അവിടെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് വെറും ചളിയായിരുന്നു. വന്നിടത്തോളം ഞാൻ 5-8 വർഷമായി ഇവിടെ വരൽ തുടങ്ങി. ഇങ്ങനെ അവസ്ഥ ഉണ്ടാവാറില്ല. ഒരു മുൻകരുതൽ എടുക്കായിരുന്നു അധികാരികൾ. ഇവിടെ ചളിയൊക്കെ നിറഞ്ഞല്ലേ, അത്രയും ജനങ്ങൾ വരാനുള്ളത്. അപ്പോൾ അത്രയും പ്രസിദ്ധിയാർച്ച ഒരു വാറ്റോപ്പിൽ പൊങ്കാല നടക്കുമ്പോൾ ഇവിടെ അധികാരികൾക്കൊരു മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് ലെവലാക്കാമായിരുന്നു. ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ട്.